ഹോം സ്റ്റേയിൽ സ്പാ തുടങ്ങാൻ അനുവദിക്കാത്ത ഉടമയ്ക്ക് നേരെ ആക്രമണം. അമ്പൂരിയിൽ ഹോം സ്റ്റേ നടത്തുന്ന ശ്രീജി എസിനെയാണ് കള്ളിക്കാട്ടെ പെട്രോൾ പമ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന് പുറമെ സ്ഥാപനത്തിൽ മയക്കുമരുന്ന് വെച്ച് കുടുക്കുമെന്നുള്ള ഭീഷണിയും പ്രതി മുഴക്കിയെന്നുള്ള എഫ്ഐആറിൽ പറയുന്നുണ്ട്. ആക്രമണത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, അതൊന്ന് കാണാം. ഗോപാൽ ശീലാസനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാല, ചുറ്റും ആളുകൾ നോക്കി നിൽക്കുകയാണ്. സർവ്വ പകയും തീർക്കുന്ന തരത്തിൽ പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ മർദ്ദിക്കാൻ കാത്തു നിന്ന പോലെയാണ് അതിക്രൂരമായി മർദ്ദനം നടത്തുന്നത്. പോലീസ് സ്വീകരിച്ച നടപടികൾ എന്താണ് ഈ ഒരു കേസ്? ഷിഹാസ്, തിരുവനന്തപുരം കള്ളിക്കാടുള്ള ഒരു പെട്രോൾ പമ്പിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അമ്പൂരിയിൽ ഒരു ഹോം സ്റ്റേ നടത്തുകയാണ് ഈ മർദ്ദനമേറ്റ ശ്രീജി എസ് എന്ന ആൾ. ഈ ശ്രീജി എസിനോട് കള്ളിക്കാടുള്ള ശ്രീജികുമാർ എന്ന ഈ പരാതിയിൽ മർദ്ദിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ ഏറെ നാളായി ഈ ഹോം സ്റ്റേയിൽ ഒരു സ്പാ തുടങ്ങാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഹോം സ്റ്റേ ഉടമയായ ശ്രീജി എസ് അത് സാധിക്കില്ല എന്ന് തീർത്ത് പറയുകയായിരുന്നു. തുടർന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും 25,000 രൂപ പാർട്ടിയുടെ പേരിൽ ഫണ്ട് നൽകിയില്ലെങ്കിൽ അവിടെ ഹോം സ്റ്റേ നടത്താൻ അനുവദിക്കുകയില്ല എന്നതടക്കമുള്ള തരത്തിലേക്ക് ഭീഷണിപ്പെടുത്തിയെന്നതായിരുന്നു ഈ ശ്രീജി എസിന് ഇപ്പോഴുള്ള ആരോപണത്തിൽ പറയുന്നത്. എന്നാൽ പണം നൽകാനും ഈ സ്പാ നടത്താനും അനുവദിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇരുവരും തമ്മിൽ ദീർഘനാളായി ഇതിന്റെ പേരിൽ തർക്കം നടന്നു വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കള്ളിക്കാടുള്ള ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനെത്തിയപ്പോൾ ആ ശ്രീജി എസിനെ ബൈക്കിലെത്തിയ ശ്രീജികുമാറും സംഘവും തടഞ്ഞു നിർത്തുകയും വാഹനത്തിനുള്ളിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഈ ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട് അവിടെ MDMA വെക്കുമെന്നും അവിടെ ലഹരി മരുന്നുകൾ വെച്ച് ഈ ഹോം സ്റ്റേ പൂട്ടിക്കുമെന്നും അടക്കമുള്ള ഭീഷണി ഈ ശ്രീജികുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നും പരാതിക്കാരൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്ന ആരോപണം കൂടി ഈ ശ്രീജി എസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നീട് CCTV ദൃശ്യങ്ങളടക്കം വൈറലായതോടെ പോലീസ് പരാതിയിൽ കേസെടുക്കുകയായിരുന്നു. ശരി, ഗോപാൽ ശീലാസനിലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.